ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് നാളെ പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് രണ്ട് ടീമിന്റെയും ക്യാപ്റ്റന്മാർ പത്രങ്ങളുമായിട്ട് തങ്ങളുടെ ഈ മത്സരത്തിലെ പ്ലാനുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെയും ഓസ്ട്രേലിയൻ ടീമിന്റെ കോമ്പിനേഷൻസിനെയൊക്കെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നാളെ ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയോട് കൂടി ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഫാന്റസി പിക്ക് ആരൊക്കെയായിരിക്കും ഈ മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ, അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരണം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഒരു ഓസ്ട്രേലിയയുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഓസ്ട്രേലിയയുടെ പ്ലേയിങ് 11ലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനുകളൊന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 13 പേരുടെ ഒരു ടീമിനെയാണ് അല്ലെങ്കിൽ 13 പേരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഒറ്റ ടെസ്റ്റ് മത്സരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവരുടെ നാട്ടിൽ തന്നെ ഒരു പരമ്പര നടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവരുടെ ടീമിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ആകെ 13 പേരെയാണ് അവരുടെ ടീമിലേക്ക് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 13 പേരിൽ അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്ന രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായിട്ടുള്ള ഉസ്മാൻ ഖവാജ ആയിരിക്കും ഒരു സൈഡിൽ ഓപ്പൺ ചെയ്യുക. മറ്റൊന്ന് എന്ന് പറയുന്നത് ഡേവിഡ് വാർണർ ഒഴിച്ചിട്ട് പോയ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു പുതിയ ഓപ്പണറെ തേടുന്ന ഒരു തിരക്കിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെ സ്റ്റീവൻ സ്മിത്തിനെ അവർ പരീക്ഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു സക്സസ് ലഭിക്കാതെ പോയത് കൊണ്ട് തന്നെ മറ്റൊരു ഓപ്പണറെ തേടിയുള്ള യാത്രയിലാണ് ഓസ്ട്രേലിയ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലേക്കായിട്ട് അവർ താരതമ്യേന പുതുമുഖമായ അല്ലെങ്കിൽ അവരുടെ ഈ ഷെഫീൽഡ് ഷീൽഡ്, അവിടുത്തെ രഞ്ജി ട്രോഫി പോലെയുള്ള ഡൊമസ്റ്റിക് മത്സരങ്ങളാണ് ഷെഫീൽഡ് ഷീൽഡ് മത്സരങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു നല്ല പ്രകടനം എപ്പോഴും കാഴ്ചവെക്കുന്ന മറ്റൊരു താരമായിട്ടുള്ള നതൻ മക്സ്വീനിനെയാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ നോർമലി അദ്ദേഹം പല മത്സരങ്ങളിലും ഓപ്പണറായിട്ടല്ല ഇറങ്ങാറുള്ളത്, പക്ഷേ ആ ഒരു സ്ലോട്ടിലാണ് അവർക്കൊരു പ്ലെയറിനെ ആവശ്യമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്കാണ് അദ്ദേഹത്തിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്പർ 3 പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് മാർണസ് ലാബുഷേനാണ്. കുറേ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയുടെ ആ നമ്പർ 3 പൊസിഷനിൽ ഏറ്റവും നല്ലൊരു താരമായിട്ടുള്ള ആളാണ് മാർണസ് ലാബുഷേൻ. പക്ഷേ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് അത്രയും ഒരു ആശാവഹമല്ല എന്നുള്ളതുമുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ മാർണസ് ലാബുഷേൻ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റീവൻ സ്മിത്ത് ആയിരിക്കും. അദ്ദേഹം ഈ പല മത്സരങ്ങളിലും ഇതിനു മുമ്പ് നടന്ന പല മത്സരങ്ങളിലും ഓപ്പണിംഗ് ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ഉറപ്പായിട്ടും മക്സ്വീനി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നമ്പർ 4 പൊസിഷനിലേക്ക് സ്റ്റീവൻ സ്മിത്തിനെ കണ്ടുവെക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റീവൻ സ്മിത്തിന്റെ ഫോമും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര നല്ലതല്ല എന്നുള്ളത് ഓസ്ട്രേലിയനെ കുഴയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ 5 പൊസിഷനിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമുള്ളത്. അത് ട്രാവിസ് ഹെഡ് ആണ്. ട്രാവിസ് ഹെഡിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുമായിട്ട് എക്കാലത്തും നല്ല പ്രകടനങ്ങൾ, അത് ടെസ്റ്റിലായിക്കോട്ടെ ഏകദിനത്തിലായിക്കോട്ടെ എല്ലാത്തിലും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ട്രാവിസ് ഹെഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ നമ്പർ 5 പൊസിഷനിൽ അദ്ദേഹം ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ടാകേണ്ട കാര്യമില്ല. ഇനി നമ്പർ 6 പൊസിഷനിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്ന ഒരു താരം എന്ന് പറയുന്നത് അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും ഒരു ഓൾറൗണ്ടർ ആയിരിക്കും, ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് ഞാൻ പറയുന്നത് ഈ പെർത്തിലെ പിച്ച് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന പിച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഒരു നല്ല ഡെപ്ത് നൽകാൻ വേണ്ടി ആ പൊസിഷനിലേക്ക് അവർ കണ്ടുവച്ചിരിക്കുന്ന താരം എന്ന് പറയുന്നത് മിച്ചൽ മാർഷ് ആയിരിക്കും. അപ്പോൾ മിച്ചൽ മാർഷിന്റെ കുറച്ച് ഓവറുകൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ആ ഒരു നമ്പർ 6 പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്പർ 7 പൊസിഷനിൽ, അതായത് 7ാമത്തെ പൊസിഷനിലേക്ക് വരുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിരിക്കും. ആ വിക്കറ്റ് കീപ്പർ ബാറ്റർ 2 പേരാണ് അവരുടെ ടീമിലുള്ളത്. ഒന്ന് അവരുടെ ഒരു പുതുമുഖ താരം എന്ന് പറയാവുന്ന ജോസ് ഇംഗ്ലീഷും അതുപോലെ തന്നെ താരതമ്യേന ഒരു എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള അലക്സ് ക്യാരിയുമാണ്. എന്തായാലും ഇന്ത്യയെ പോലെയുള്ള ഒരു ശക്തമായ ടീമിനെതിരെ മത്സരിക്കുമ്പോൾ അലക്സ് ക്യാരി തന്നെയായിരിക്കും ആ പൊസിഷനിൽ നമ്പർ 7 പൊസിഷനിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഉണ്ടാകുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി നമ്പർ 8 പൊസിഷനിൽ ഉണ്ടാവുക ഒരു സ്പിന്നർ ആയിരിക്കും. അത് നതൻ ലയൻ ആയിരിക്കും. നതൻ ലയൻ മാത്രമാണ് ആ ടീമിൽ ഈ 13 പേരിലുള്ള ഒരേ ഒരു സ്പിന്നർ എന്നുള്ളതാണ്. ഇനി അടുത്ത 3 പൊസിഷൻ ഫാസ്റ്റ് ബോളർമാരുടേതാണ്. ഈ ഫാസ്റ്റ് ബോളർമാർ 3 പേരെന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു സംശയവുമില്ലാതെ ഈ 3 ഫാസ്റ്റ് ബോളർമാരെ ആദ്യ ടെസ്റ്റിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതൊന്ന് ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ്, മറ്റൊന്നെന്ന് പറയുന്നത് ജോഷ് ഹേസിൽവുഡ് ആണ്, പിന്നെ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കാണ്. അപ്പോൾ ഈ ഒരു 11 ആയിരിക്കും അവരുടെ കളിക്കാൻ പോകുന്നത്. പുറത്തിരിക്കുന്ന 2 താരങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള സ്കോട്ട് ബോളണ്ട്. അദ്ദേഹത്തിന് ഈ 3 ഫാസ്റ്റ് ബോളർമാർ ഇത്ര നല്ല ഫാസ്റ്റ് ബോളർമാരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 11ൽ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജോഷ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഒരു പ്രോബബിൾ 11 എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓസ്ട്രേലിയയുടെ. ഇനി ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല താരങ്ങളുടെയും പേരുകൾ വരുന്നു, അവരുണ്ടാവില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ 11ൽ കളിക്കുമെന്ന് പറയുന്നു, പുതിയ താരങ്ങളെ കൊണ്ടുവരുന്നു, ഒരുപാട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് താരങ്ങളാണ്. ഒന്ന്, രോഹിത് ശർമ്മ ഈ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലിന് ഒരു പരിക്കേറ്റിരിക്കുന്നു. രണ്ടും പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള രണ്ട് ബാറ്റർമാർ, ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള രണ്ട് താരങ്ങൾ. അവർ രണ്ടുപേരും ഈ ആദ്യ ടെസ്റ്റിന് ഇല്ല. കാരണം ഇതൊരു ക്രൂഷ്യൽ ടെസ്റ്റ് മത്സരമാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ആണ്. ആ മത്സരത്തിൽ തന്നെ ആദ്യത്തെ മത്സരത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഒരു അൺഫോർച്ചുനേറ്റ് ആണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗിൽ വരാൻ പോകുന്ന ഒരാൾ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഒരാൾ ഓപ്പണിംഗിൽ വരിക എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം രോഹിത് ശർമ്മയ്ക്ക് പകരമായിട്ട് വരാൻ പോകുന്നത് KL രാഹുൽ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം KL രാഹുലിന്റെ ഒരു ടെക്നിക്ക് നല്ലതായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബൗൺസി വിക്കറ്റ്സുകളിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്പർ 3 പൊസിഷൻ എപ്പോഴും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇന്ത്യക്ക് വേണ്ടി ചേതേശ്വർ പൂജാര കഴിഞ്ഞ 2 സീരീസിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു പൊസിഷനാണ് നമ്പർ 3 എന്ന് പറയുന്നത്. ആ പൊസിഷനിൽ ശുഭ്മാൻ ഗില്ല് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്രാക്ചർ ആണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു ലിഗമെന്റ് ടയർ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിനെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ഗുഡ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ 3 പൊസിഷനിലേക്ക് ഇന്ത്യ കണ്ടുവച്ചിരിക്കുന്ന താരം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള ദേവ്ദത്ത് പടിക്കൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദേവ്ദത്ത് പടിക്കലിന്റെ ഇപ്പോൾ ഇന്ത്യ A ടീമിന് വേണ്ടിയുള്ള പ്രകടനങ്ങൾ മികച്ചതായതുകൊണ്ടും അദ്ദേഹത്തിനോട് സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്പർ 4 പൊസിഷനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. വിരാട് കോഹ്ലി തന്നെയായിരിക്കും ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഋഷഭ് പന്തിന്റെ സ്ഥാനവും ഉറപ്പാണ്. കാരണം വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കാൻ പോകുന്നത് ഋഷഭ് പന്ത് ആയിരിക്കും. അതൊരു നമ്പർ 5 പൊസിഷനിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നമ്പർ 6 പൊസിഷനിലാണ് വീണ്ടും ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്നത്. അവിടെ ധ്രുവ് ജുറലിനെ കളിപ്പിക്കണമോ അതോ സർഫറാസ് ഖാനെ കളിപ്പിക്കണമോ എന്നുള്ളൊരു സംശയം ഇന്ത്യയുടെ ഒരു നിരയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ സർഫറാസ് ഖാൻ കഴിഞ്ഞ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ ഒരു മാച്ചിൽ 150 റൺസ് നേടിയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള 5 ഇന്നിങ്സുകളിലും അദ്ദേഹം ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു കണ്ടീഷൻസിൽ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ A ടീമിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാക്ടീസ് മത്സരങ്ങളിൽ താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെച്ച ധ്രുവ് ജുറലിനെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഇന്ത്യ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ ഒരു നമ്പർ 6 പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ പോകുന്നത് ധ്രുവ് ജുറൽ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്പർ 7 പൊസിഷനാണ്. നമ്പർ 7 പൊസിഷനിലേക്ക് ഇന്ത്യ കളിപ്പിക്കാൻ പോകുന്ന ഒരു പുതുമുഖ താരമായിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയാണ്. നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്നത് ലോകത്തിൽ ഫാസ്റ്റ് ബോളർമാരെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പിച്ചാണ്. അപ്പോൾ ഓസ്ട്രേലിയ 3 ഫാസ്റ്റ് ബോളർമാരെയും ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറിനെയും കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യയും അതുപോലെ തന്നെ 3 ഫാസ്റ്റ് ബോളർമാരെയും ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറെയും കൺസിഡർ ചെയ്യും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും ആ ഒരു നമ്പർ 7 പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോളിംഗ് എന്ന് പറയുന്നത് ഒരു 130-135 കിലോമീറ്ററിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. അപ്പോൾ 3 ഫാസ്റ്റ് ബോളർമാർക്ക് സപ്പോർട്ടായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ പരിഗണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 8 പൊസിഷനാണ്. ആ പൊസിഷനിൽ ഒരു സ്പിന്നർ ആയിരിക്കും. ഏത് സ്പിന്നറിനെ ആയിരിക്കും ഇന്ത്യ കളിപ്പിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രവിചന്ദ്രൻ അശ്വിന്റെ പേര് പറയുന്നുണ്ട്, രവീന്ദ്ര ജഡേജയുടെ പേര് പറയുന്നുണ്ട്, വാഷിംഗ്ടൺ സുന്ദറിന്റെ പേര് പറയുന്നു. ഇങ്ങനെ പല പേരുകൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മാനേജ്മെന്റ് രവിചന്ദ്രൻ അശ്വിനെ ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ്. കാരണം കൂടുതലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓവർസീസ് മത്സരങ്ങളിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്കും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മത്സരങ്ങളിലും കളിക്കുന്നത് രവീന്ദ്ര ജഡേജയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹം കുറച്ചും കൂടെ ഒരു ബെറ്റർ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ആ പൊസിഷനിൽ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ രവിചന്ദ്രൻ അശ്വിന് നറുക്ക് വീഴുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഞാൻ കാണുന്ന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയൻ ടീമിനെ എടുക്കുകയാണെങ്കിൽ അതിൽ 11 പേരിൽ 5 പേര് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യം തൊട്ട് ഉസ്മാൻ ഖവാജ, ട്രാവിസ് ഹെഡ്, അലക്സ് കാരി, പിന്നീട് മിച്ചൽ സ്റ്റാർക്കും ഹേസിൽവുഡും ഈ 5 പേരും ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരായതുകൊണ്ടും മിഡിൽ ഓർഡറിലുള്ള പ്രധാനപ്പെട്ട 2 താരങ്ങളായിട്ടുള്ള അലക്സ് കാരിയും ട്രാവിസ് ഹെഡും ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട 2 താരങ്ങളാണ്. അവർ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടും അശ്വിന് നറുക്ക് വീഴുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ ബോൾ ചെയ്യാനായിട്ട് ഒരു ഓഫ് സ്പിന്നർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
മാത്രമല്ല രവിചന്ദ്രൻ അശ്വിൻ്റെ സ്റ്റീവൻ സ്മിത്തിനെതിരെയുള്ള പ്രകടനങ്ങൾ എന്നും മികച്ചതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡാറ്റയൊക്കെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റീവൻ സ്മിത്തിനെ കൂടുതലായിട്ട് ഔട്ടാക്കാനായിട്ട് പലപ്പോഴും രവിചന്ദ്രൻ അശ്വിന് സാധിക്കാറുണ്ട് എന്നുള്ളതും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടുമാണ് ഞാൻ രവിചന്ദ്രൻ അശ്വിൻ്റെ ആ ഒരു നമ്പർ 8 പൊസിഷനിൽ അദ്ദേഹം ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തത് 3 ഫാസ്റ്റ് ബൗളിംഗ് സ്ലോട്ടുകളാണ്. അതിൽ ജസ്പ്രീത് ബുംറയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മറ്റ് 2 പേർ ആരൊക്കെയായിരിക്കും എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ സിറാജിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമോ, സിറാജിന് വേണമെങ്കിൽ റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത മത്സരത്തിൽ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞാനൊരു കമന്റ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ടീം മാനേജ്മെന്റ് അതിന് തയ്യാറെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോഴും ബുംറ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഹമ്മദ് ഷമി ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളറായിട്ട് ഇന്ത്യൻ മാനേജ്മെന്റ് കാണുന്നത് മുഹമ്മദ് സിറാജിനെ ആയതുകൊണ്ട് തന്നെ, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് താരതമ്യേന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം ആയതുകൊണ്ടും ഒരു റിസ്ക് എടുക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫാസ്റ്റ് ബോളറായിട്ട് മുഹമ്മദ് സിറാജ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഫാസ്റ്റ് ബോളർ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. 3 പേരുകളാണ് ആ സ്ഥാനത്തേക്കുള്ളത്. ഒന്ന്, ഇന്ത്യക്ക് വേണ്ടി ന്യൂസിലൻഡിനെതിരെ കളിച്ച ആകാശ് ദീപിനെ കൺസിഡർ ചെയ്യുമോ, അതോ ഹർഷിത് റാണ എന്ന് പറയുന്ന പുതുമുഖ താരമായിരിക്കുമോ, അതോ പ്രസിദ്ധ് കൃഷ്ണ ആയിരിക്കുമോ എന്നുള്ളതാണ്. പ്രസിദ്ധ് കൃഷ്ണയ്ക്കും ഹർഷിത് റാണയ്ക്കുമുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു ബൗൺസി വിക്കറ്റ് ആണ് പെർത്തിലേത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും കുറച്ച് അടിച്ചെറിയാൻ സാധ്യതയുള്ള ബൗളർ ആയതുകൊണ്ട് ഓസ്ട്രേലിയൻ ബാറ്റർമാരെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുഴയ്ക്കാനായിട്ട് ഈ 2 പേർക്കും സാധിക്കുമോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആകാശ് ദീപിന് മെയ്തെ ഇവരെ മാനേജ്മെന്റ് ചിലപ്പോൾ കൺസിഡർ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത്. ആ ഒരു പൊസിഷൻ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. അത് ആരായിരിക്കും ആ പൊസിഷനിൽ കളിക്കാൻ പോകുന്നതെന്ന് എനിക്കും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആകാശ് ദീപ് ആയിരിക്കുമോ, പ്രസിദ്ധ് കൃഷ്ണ ആയിരിക്കുമോ, അതോ ഹർഷിത് റാണ ആയിരിക്കുമോ എന്ന് നിങ്ങൾ ഇതിന്റെ താഴെ കുറിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ എനിക്കും ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സരം ഇതൊരു പ്രധാനപ്പെട്ട മത്സരമാണെന്ന് ഞാൻ പറഞ്ഞു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സീരീസ് ആയിട്ടാണ് ലോക ക്രിക്കറ്റിൽ എല്ലാവരും തന്നെ ഇതിനെ കാണുന്നത്. കാരണം ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനം ആർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നോ അവർ ഇതിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്ക് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി ഞാനൊരു കൃത്യമായിട്ടൊരു കാര്യം പറയാം. അതിൽ ബാറ്റർമാരെ എടുക്കുകയാണെങ്കിൽ ഞാൻ 2 ടീമിലെയും ബാറ്റർമാരെ ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാം. അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ബാറ്റർമാരായിട്ട് വരിക, ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് ഉസ്മാൻ ഖവാജയ്ക്ക് നല്ല സാധ്യതയുണ്ട് ഈ ഒരു ഫാന്റസി പിക്കിൽ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ബോളിനെ വിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചു നേരം അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്കോർ കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു താരമാണ് ഉസ്മാൻ ഖവാജ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. മറ്റൊരു ഓസ്ട്രേലിയൻ ബാറ്റർ എന്ന് പറയുന്നത് ട്രാവിസ് ഹെഡ് ആണ്. ട്രാവിസ് ഹെഡ് നല്ല ഒരു ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. ഇന്ത്യക്കെതിരെ ഏത് കാലത്തും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരവുമാണ്. അതുകൊണ്ട് തന്നെ ട്രാവിസ് ഹെഡിനെയും ഞാൻ ആ ഒരു പ്രോബബിൾ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ്. ഇനി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ആ ഒരു ചാൻസ് ഞാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരം വിരാട് കോഹ്ലിയാണ്. എല്ലാവരും കുറച്ചൊന്ന് എന്താ പറയുക, ഒരു ഡൗട്ട് ആയിരിക്കാം വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ. പക്ഷേ എപ്പോഴും നല്ല ഒരു മത്സരം വരുന്ന സമയത്ത്, കോമ്പറ്റീഷൻ ശക്തമാവുന്ന ഒരു സമയത്ത് അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു താരമാണ് വിരാട് കോഹ്ലി. പ്രത്യേകിച്ച് ഇത് സ്പിന്നർമാരെ അനുകൂലിക്കുന്ന ഒരു പിച്ചല്ല, നല്ല ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചാണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ടെക്നിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. മറ്റൊരു താരം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് KL രാഹുലാണ്. KL രാഹുലിനെ പറ്റി പറയുമ്പോഴേ എനിക്കറിയാം ഒരുപാട് വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ KL രാഹുലിന്റെയും വിരാട് കോഹ്ലിയുടെയും ടെക്നിക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്, ഇതുപോലെയുള്ള പിച്ചുകളിൽ കളിക്കാനായിട്ട് അവരുടെ ഒരു ടെക്നിക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ 2 പേരുടെയും പേരുകൾ പറയാനുള്ള കാരണം. അത് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ, അതായത് ഈ സേനാ രാജ്യങ്ങൾ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ എപ്പോൾ നോക്കിയാലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങളാണ് വിരാട് കോഹ്ലിയും KL രാഹുലും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടെക്നിക്ക് ഇതുപോലെയുള്ള കണ്ടീഷൻസിന് പറ്റിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം. പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിനെ പറ്റി പറയുമ്പോൾ ഇതുപോലെ അദ്ദേഹത്തിന് ടെക്നിക്ക് പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഋഷഭ് പന്തിനെയും ഞാൻ ആദ്യം പറഞ്ഞ ട്രാവിസ് ഹെഡിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവരൊന്നും തന്നെ ഈ ഒരു കണ്ടീഷൻസിന് പറ്റിയ പ്ലെയർ ആണെന്ന് ഞാൻ പറയില്ലെങ്കിലും പക്ഷേ അവർ ഏത് കണ്ടീഷൻസിലും പെർഫോം ചെയ്യുന്ന താരങ്ങളാണ് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും മെന്റലി ടഫാണ്. 2 പേർക്കും ഒറ്റയ്ക്ക് മത്സരം തിരിക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി ഋഷഭ് പന്തും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രാവിസ് ഹെഡും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പേരെയും ഞാൻ എൻ്റെ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ബാറ്റിംഗ് നിരയിൽ ഇവരെയൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ബോളിംഗ് വരുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറയുടെ പേര് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ഈ സീരീസിനെ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബോളിംഗ് പ്രകടനം ആയിരിക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നിലയിൽ പാറ്റ് കമ്മിൻസിന്റെ പേര് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് അടിച്ചെറിയുന്ന, അല്ലെങ്കിൽ കൂടുതൽ ബൗൺസറുകൾ
എറിയുന്ന ഒരു ബോളറാണ്. ഷോർട്ട് പിച്ച് ബൗളിംഗ് കൊണ്ടിട്ട് ഇന്ത്യൻ ബാറ്റർമാരെ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു താരമാണ് പാറ്റ് കമ്മിൻസ്. അതുകൊണ്ട് തന്നെ പാറ്റ് കമ്മിൻസിനും ഞാൻ നല്ലൊരു മാർക്ക് നൽകുകയാണ് ഈ ഫാന്റസി പിക്കിൽ. ഒപ്പം തന്നെ അതിന്റെ മറ്റൊരു താരം എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. അദ്ദേഹത്തിന്റെ സ്പീഡ് ഇന്ത്യൻ ബാറ്റർമാരെ കുഴയ്ക്കും. ഒപ്പം തന്നെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അപ്പോൾ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇന്ത്യക്കെതിരെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഇങ്ങനെ പേസർമാരെ സഹായിക്കുന്ന ഒരു പിച്ച് ആയതുകൊണ്ടാണ് ഞാൻ സ്പിന്നർമാരുടെ ആരുടെയും പേര് പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 3 ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയും പാറ്റ് കമ്മിൻസും മിച്ചൽ സ്റ്റാർക്കുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് സിറാജ് ഒരു സ്വിംഗ് ബോളറാണ്. അതുപോലെ തന്നെ ജോഷ് ഹേസിൽവുഡും ഒരു സ്വിംഗ് ബോളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. എൻ്റെ പ്രവചനങ്ങളൊന്നും തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ പേരുകൾ ഞാൻ പറയുകയാണ്. അത് എന്താണ് അതിൻ്റെ കാരണമെന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. ഏതായാലും ഈ മത്സരം നാളെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയുടെ ഒരു അറ്റത്താണ് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അത്രയും വലിയ ഒരു ഹൈപ്പാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ദൃശ്യ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് ഇരു ടീമുകൾക്കും സാധിക്കട്ടെ. ഒരു മത്സരം ജയിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.